ഹലോ, പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ പ്രധാന താരങ്ങൾ ഒരു കേരളക്കാരി മാങ്ങയാണ്. അൽഫോൻസ മാങ്ങയാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു നാട്ടുമാങ്ങയും ചേർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാലോ, ഇതാണ് ചൈനീസ് ഓറഞ്ചും മാങ്ങയും ചേർന്നൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ആക്സിഡൻ്റലി ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര നല്ല രുചിയായിരുന്നുകൊണ്ടാണ് ഞാൻ ഓർത്തുന്നത് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തുണ്ട്. അപ്പോൾ ഈ മാങ്ങ ചെത്തി അരിഞ്ഞ് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരണം. ഈ ജ്യൂസറിനകത്ത് വെച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസും എടുത്തുകൊണ്ട് വരണം. മേരി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാനൊരു ലേഡിയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തു തരും. അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് ഈ വീഡിയോയ്ക്കൊക്കെ സഹകരിക്കുന്നത്. ഇത് കൊണ്ടുപോയി അടിച്ചുകൊണ്ട് വരണം, ഇത് ജ്യൂസാക്കി കൊണ്ടുവരണം കേട്ടോ. നേരെ ഈ ജ്യൂസ് അടിച്ചുകൊണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇത് പഞ്ചസാര സിറപ്പാണ്. ഞാൻ എപ്പോഴും പഞ്ചസാരയും ശർക്കരയും ഒക്കെ ഇതുപോലെ സിറപ്പാക്കി വെച്ചേക്കും. ഈ സിറപ്പ് ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട് പിന്നെ ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ സിറപ്പ് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ മാങ്ങയും ഓറഞ്ചും ചേർത്ത് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചസാര സിറപ്പ് ചൂടാക്കാൻ ഒഴിക്കുന്നു. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഇത്രയും വെള്ളത്തിലേക്ക് നല്ല മൈദ, ഇതിനൊരു സ്പൂൺ മൈദപ്പൊടി ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി ചേർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും. അതുകൊണ്ട് ഇളക്കി ചേർത്താണ് ഇത് കട്ടിയിൽ ആവണം. ഇത് കട്ടിയാവണം, അടി പിടിക്കാതെ. കാണാലോ നിങ്ങൾക്ക്. ഇത് ഇളകി ഒന്ന് കുറുകി വരണം. ആ നേരം കൊണ്ട് മാങ്ങ ശരിയാക്കി കൊണ്ടുവരണേ. മാങ്ങയുടെ പൾപ്പും നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ് ഇനി ഇതിനാവശ്യമുള്ളത്. ഇതിപ്പോൾ പഞ്ചസാര സിറപ്പ് തിക്കനിങ് ഏജൻറ്റിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞു. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. പെട്ടെന്ന് അടി പിടിക്കുന്നതാണല്ലോ മൈദയല്ല, ഒരു തിക്കനിങ് ഏജൻറ്റ് ഇതിനകത്തോട്ട് പഞ്ചസാര സിറപ്പുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് സിറപ്പ് കട്ടിയാകാതെ നോക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കുറുക് ഭാഗമാകുമ്പോൾ നിർത്താം. ഏതാണ്ട് ആയി തുടങ്ങി. പെട്ടെന്നുണ്ടാക്കാം. ഇതെന്താ വിഭവം എന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്കിപ്പോഴും ഇതിൻ്റെ പേരറിയില്ല. ഞാനതിനൊരു പുതിയ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അതിൻ്റെ രുചി കണ്ടാൽ ഒന്ന് രുചിച്ച് നോക്കി തന്നെ വേണം പറയാൻ. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര ഒരു നല്ല രുചിയാണ്. മാങ്ങയും ചൈനീസ് ഓറഞ്ചും. അപ്പോൾ ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവർ. പക്ഷെ ഇത് ചെറുനാരങ്ങ നീര് ചേർത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ചേർത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ഉണ്ട്, ഇതിപ്പോൾ ആവശ്യത്തിന് തിക്കായി ആണല്ലോ. ഈ തിക്നെസ്സിനാണ് ഇത് വേണ്ടത്. ഇത് തിക്കായി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ കുറച്ചു. ഇത് ഇരിക്കുമ്പോൾ ഒട്ടും കട്ട പിടിച്ചിട്ടില്ല, കണ്ടില്ലേ? ഇത് തിക്കായി, ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. കാണാലോ. ഇനിയിപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒട്ടും ഗ്യാസ് ചിലവില്ലാതെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മിറക്കിൾ ഡെസേർട്ട് എന്ന് തന്നെ പറയാതില്ല. ഒരു മിറക്കിൾ ഡെസേർട്ട് എന്ന് പേരിടാം. അതാണ് ഞാനിട്ട പേര്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് വേറെ ഏതെങ്കിലും അനുയോജ്യമായൊരു നാമം കിട്ടുവാണെങ്കിൽ
അത് തന്നേരാം. ഇനിയിപ്പം ഇത് ഒന്ന് തണുക്കണം. മാങ്ങ അടിച്ചത് ഇത് തണുത്ത് കഴിഞ്ഞ് മാങ്ങയും ജ്യൂസും ഇനി തന്നേര്. ഇനി അടുത്ത പരിപാടി അതുമായിട്ടാണ്. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മാങ്ങ അടിച്ചു കഴിഞ്ഞു. ഇത് ഉണ്ടല്ലോ, ഇതാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഇത് മാങ്ങയുടെ പഴുപ്പ്. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് യോജിപ്പിക്കാൻ പാടുള്ളൂ. പാത്രവും തണുക്കണം, ഈ സോസ് തണുക്കണം. ആദ്യം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം. നല്ല കുറുകലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഓറഞ്ച് ജ്യൂസിനകത്ത് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. കാരണം മധുരപദാർത്ഥങ്ങളെല്ലാം സ്വല്പം ഉപ്പിടുമ്പോഴേ അതിൻ്റെ ആ ശരിക്കുള്ള മധുരം എടുത്ത് കാണിക്കത്തുള്ളൂ. അതെല്ലാ കുക്കിംഗ് ചാനലിലും നിങ്ങൾ കേൾക്കുന്ന ഒരു സീക്രട്ടായിരിക്കും. അതിവിടെ അത് തന്നെയാണ്. ഉണ്ടോ, നല്ല കുറുകിയിരിക്കുന്ന ഈ സിറപ്പ്. ഇത്രയും മതി. നല്ല മധുരം, ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവർ. ചൈനീസ് ഓറഞ്ച് ചേർത്ത് ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കൊള്ളാം, നല്ല മണമുണ്ട് ഓറഞ്ചിൻ്റെ. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. നമുക്ക് ഗ്യാസോ അടുപ്പോ ഇലക്ട്രിസിറ്റിയോ ഒന്നും വേണ്ട. ഇനി വെറും മിക്സി. നല്ല ഫാനിൻ്റെ കാറ്റുള്ളത് കൊണ്ട് നന്നായിട്ട് തണുത്തു. ഇത് നമ്മുടെ മാമ്പഴത്തെ നന്നായി തണുത്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കണം. നന്നായി ഇത് അടിച്ച് ഒന്നാക്കണം. ഒന്നില്ല മിക്സിയിലിട്ട് കറക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്താലും മതി. ഇനിയിപ്പോൾ തന്നെ നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറും നല്ല മൽഗോവ മാങ്ങയുടെ ഫ്ലേവറും വരുന്നുണ്ട്. അപ്പം തന്നെ അതിൻ്റെ രുചി വായിൽ വെള്ളം മൂറുന്ന പോലത്തെ രുചിയാണ്. ഇതൊന്നും എനിക്കുള്ളതല്ല കേട്ടോ, ഇതെല്ലാം എനിക്ക് കിട്ടിയതാ. കഥയൊക്കെ ഞാൻ പറയാം. വചനം പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവത്തെയാണ്. കാരണം ദൈവമാണല്ലോ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും അവസരം തന്നത്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. പിന്നീട് നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അല്ലാതെ പറയുന്ന ഒരു വ്യാജം പറയുന്നതാണ്. അതാണ് വചനം പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം നീ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പം അങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിലും അത് വേണം. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരുടെ ആവശ്യഭാരങ്ങളിൽ നമ്മൾ കൂടെയിരിക്കണം. പിന്നെ നമുക്കുള്ളത് ഷെയർ ചെയ്യണം. അത് വേറൊരു കാര്യം. ഷെയറിന് എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല. മേരി ഓ ഇത് കൊണ്ടുപോയി നമ്മുടെ മാംഗോ ഐസ്ക്രീം മേടിച്ച പാത്രമില്ലേ, അതിനകത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ ടിഷ്യൂവും കൂടെ ചേർത്ത് കൊണ്ടുവരണേ. നമ്മുടെ അയൽക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അയൽക്കാർ എനിക്ക് ഈ വർഷം മാവൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും മാങ്ങയും ഇല്ല, ചക്കയും വളരെ കുറവാണ്. ഈ ചൈനീസ് ഓറഞ്ച് എൻ്റെ അയൽക്കാരെനിക്ക് തന്നതാണ്. അയൽക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഫിസ്കസിനാണ്. എൻ്റെ വീടിൻ്റെ വലതുവശത്തും ഇടതുവശത്തും
മുൻപിലും പിമ്പിലും എല്ലാം അയൽവാസികളുണ്ടല്ലോ, ഈ അയൽവാസികൾ തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്ത് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയയാണ് മാങ്ങ. അതെ, മാങ്ങ കിഴക്കുവശത്തുള്ള അയൽവാസി വന്നു. ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് തെക്കുവശത്തുള്ള അയൽവാസി, അതെൻ്റെ ബന്ധു, എൻ്റെ കസിനാണ്. അപ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത വിഭവങ്ങളെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ ഇനി അത് റെഡി. താങ്ക് യു. ഓക്കെ, ഇത് കണ്ടോ, ഇതിനകത്തേക്ക് ആക്കി കഴിഞ്ഞു. ഇനി ഇത് അടച്ച് ഭദ്രമാക്കിയിട്ടുണ്ട്. ഇതിനി ആണല്ലോ, ഇത് നമുക്ക് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പം നല്ല സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഐസ്ക്രീം ആയിരിക്കും. അപ്പം മാംഗോ ഓറഞ്ച് ഐസ്ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അല്ലെങ്കിൽ മിറക്കിൾ ഡെസേർട്ട് എന്നാണ് ഇതിന് പേരിട്ടത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ളതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല മനസ്ഥിതി ഉണ്ടായിരിക്കുക. എനിക്ക് ഇഷ്ടം പോലെ ഗാർഡൻ പ്ലാന്റ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, വാഴപ്പഴമുണ്ട്, അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഓറഞ്ച് ഇല്ലായിരുന്നു, ഈ ചൈനീസ് ഓറഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ അത് എനിക്ക് ലഭിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന നല്ല പച്ചച്ചീര, ചുമന്ന ചീര, ഫ്രൂട്ട്സ്, മറ്റ് ഫ്രൂട്ട്സ്, അവർക്കില്ലാത്ത ഫ്രൂട്ട്സൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ എനിക്കിത് കിട്ടി. അപ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം ഷെയർ ചെയ്യാൻ തയ്യാറാവണം. നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആയി ഇതൊന്ന് തുറന്ന് നോക്കാം, ഇതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന്. നല്ല തണുപ്പുണ്ട്. ഹായ്, അടിപൊളി. നന്നായി സ്കൂപ്പ് ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിട്ട് വരുന്നു. ഉണ്ടോ, വലിയ സ്കൂപ്പാണ്. ഒരു സ്കൂപ്പ് ഉണ്ടെങ്കിൽ മതി കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റായത്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിക്കാവുന്നത്. നന്നായിട്ട് സ്കൂപ്പ് ചെയ്യാൻ സാധിച്ചു. ഇതിനിപ്പോൾ ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ യൂട്യൂബർ കാണിച്ച് എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ കൂടാതിരുന്നാൽ മതി. തിന്ന് നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നെന്ന്. എനിക്കിതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറും ആ മൽഗോ മാങ്ങയുടെ ടേസ്റ്റും പിന്നെ ഉണ്ടല്ലോ ആ മധുരം, അടിപൊളി. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, മറക്കരുത്. കാരണം ഇത് വളരെ സിമ്പിളാണ്, ചിലവ് കുറവ്, ടപ്പേന്നുണ്ടാക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക്, ഒരു ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കണം കേട്ടോ. ഓക്കേ.